നമസ്കാരം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി പരമ്പരയിലെ അവസാനത്തെ മത്സരം ഇന്ന് നടക്കും. ജോഹന്നാസ്ബർഗിലെ വാൻഡ്രെ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇന്ത്യ 2-1 മുന്നിട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ട്വന്റി പരമ്പര സ്വന്തമാക്കാൻ കഴിയും. മറിച്ച് തോറ്റാൽ പരമ്പര സമനിലയിലാകുമെന്നതാണ്. എന്തായാലും പരമ്പര തോൽക്കില്ല എന്ന കഴിഞ്ഞ മത്സരത്തിലെ ജയത്തോടെ ഇന്ത്യ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ജോഹന്നാസ്ബർഗ് സ്റ്റേഡിയം അല്ലെങ്കിൽ ജോഹന്നാസ്ബർഗിലെ വാൻഡ്രെ സ്റ്റേഡിയം ഇന്ത്യയെ സംബന്ധിച്ചൊരു ഭാഗ്യവേദിയാണ്. ഏതാണ്ട് 17 വർഷങ്ങൾക്ക് മുൻപ് 2007 പ്രഥമ ട്വന്റി ലോകകപ്പ് ദക്ഷിണാഫ്രിക്കയിലാണ് നടന്നത്. അന്ന് ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് അതിനിർണായകമായ അല്ലെങ്കിൽ ആവേശകരമായ മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ കിരീടം നേടിയത് ഇതേ മണ്ണിലാണ്, ഇതേ ഗ്രൗണ്ടിലാണ്. ട്വന്റിയിൽ ഇന്ത്യക്ക് ഒരു ഭാഗ്യവേദിയാണ് ജോഹന്നാസ്ബർഗിലെ വാൻഡ്രെ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഇന്ത്യക്ക് പ്രതീക്ഷകളേറെയാണ്. ആദ്യ മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസന്റെ ഉജ്ജ്വല സെഞ്ചുറിയോടെയാണ് ഇന്ത്യ വിജയം കുറിച്ചത്. തൊട്ടു മുൻപ് അവസാനം കളിച്ച ബംഗ്ലാദേശിനെതിരായ ട്വന്റി മത്സരത്തിലും സഞ്ജു സെഞ്ചുറി നേടിയിരുന്നു. തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി അതോടെ സഞ്ജു സ്വന്തമാക്കി. അങ്ങനെ ഒരു നേട്ടത്തിന്റെ മികവിൽ നിൽക്കുന്ന സഞ്ജു പിന്നീട് 2 മത്സരങ്ങളിലും നിറം മങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. തുടർച്ചയായ മത്സരങ്ങളിൽ 0-ന് പുറത്തായിക്കൊണ്ട് സഞ്ജു കാണികളെ നിരാശപ്പെടുത്തി, ആരാധകരെ നിരാശപ്പെടുത്തി. മാർക്കോ യാൻസൺ എന്ന പേസ് ബൗളർക്ക് മുന്നിലാണ് 2 മത്സരത്തിലും ഒരേ രീതിയിൽ സഞ്ജു പുറത്തായി. രണ്ടാമത്തെ മത്സരത്തിൽ സഞ്ജു മാത്രമല്ല, ഇന്ത്യൻ ബാറ്റിംഗ് നിര ഒന്നാകെ തകർന്നടിഞ്ഞു. അങ്ങനെ ഇന്ത്യക്ക് 124 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക വിജയിച്ചു. എങ്കിൽ പോലും ശക്തമായൊരു പോരാട്ടം ഇന്ത്യൻ ബൗളർമാരിലൂടെ കാഴ്ചവെക്കാൻ ടീമിന് കഴിഞ്ഞു. ഒരു ഓവർ ബാക്കി നിൽക്കെയാണ് ഏതാണ്ട് 3 വിക്കറ്റിന് ദക്ഷിണാഫ്രിക്ക ജയിക്കുന്നത്. എന്നാൽ ആ തോൽവിയിൽ നിന്നും സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ടാണ് മൂന്നാമത്തെ മത്സരത്തിൽ ഇന്ത്യ വിജയം കൈവരിച്ചത്. സഞ്ജു വീണ്ടും നിരാശപ്പെടുത്തിയെങ്കിലും 3-ാം നമ്പറിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ 22-കാരനായ തിലക് വർമ്മ എന്ന യുവതാരം, ഇടംകയ്യൻ താരം തന്റെ ആദ്യ ട്വന്റി സെഞ്ചുറിയിലൂടെ ഇന്ത്യക്ക് 219 എന്ന മികച്ച സ്കോർ നൽകുകയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു ഘട്ടത്തിലും വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞില്ല. 1-2 പേരുടെ ഒരു ഒറ്റപ്പെട്ട ചില പ്രകടനങ്ങൾ, ക്ലാസിന്റെയും വാലറ്റത്ത് മാർക്കോ യാൻസിന്റെയും ചില വെടിക്കെട്ട് ബാറ്റിംഗ് കാണാൻ കഴിഞ്ഞു എന്നതല്ലാതെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇന്ത്യ 11 റൺസിന് വിജയം സ്വന്തമാക്കി. എന്തായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യക്കുള്ള ആശങ്ക എന്ന് പറയുന്നത് ഓപ്പണറായിട്ടുള്ള സഞ്ജുവിൻ്റെ ഫോമാണ്. ഇന്ന് ഫോം കണ്ടെത്തേണ്ട ആവശ്യകത സഞ്ജുവിനുണ്ട്. ഒപ്പം തന്നെ മധ്യനിരയിൽ കളിക്കുന്ന റിങ്കു സിംഗ്, അദ്ദേഹം മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ വിശ്വസ്തനായ ബാറ്ററാണ്. അവസാന ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിങ്ങിലൂടെ ഏതാണ്ട് 200 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ഏതാണ്ട് എല്ലാ മത്സരങ്ങളിലും കളി അവസാനിപ്പിക്കുന്നത്. അത്തരത്തിൽ ഇന്ത്യക്ക് അവസാന ഓവറുകളിൽ സ്ഫോടനാത്മകമായ ചില ബാറ്റിങ്ങിലൂടെ മികച്ച സ്കോർ സമ്മാനിക്കുന്ന ഒരു താരമാണ്. എന്നാൽ ഈ പരമ്പരയിൽ ഇതുവരെ അദ്ദേഹത്തിന് ഫോം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആകെ 28 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് 3 മത്സരങ്ങളിലും നേടാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു വിഷയമുണ്ട്. അങ്ങനെ ഈ 2 ബാറ്റിങ്ങിൽ ഈ 2 താരങ്ങളുടെ ഫോം ഔട്ട് ഇന്ത്യക്ക് ആശങ്ക ഉയർത്തുന്നുണ്ട്. ഓപ്പണർ അഭിഷേക് ശർമ്മ ആദ്യ 2 മത്സരങ്ങളിലും പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ 24 പന്തിൽ അർദ്ധ സെഞ്ചുറി അടിച്ചുകൊണ്ട് ഫോമിലേക്ക് തിരിച്ചെത്തി. നായകൻ സൂര്യകുമാർ യാദവാണ് പിന്നീടുള്ളത്. അദ്ദേഹം അവസാനത്തെ തന്റെ ട്വന്റി സെഞ്ചുറി നേടിയത് ഇതേ സ്റ്റേഡിയത്തിലാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു. അന്ന് ഇന്ത്യ 106 റൺസിനാണ് ദക്ഷിണാഫ്രിക്ക തകർത്തത്. അങ്ങനെ ഒരു കാര്യമുണ്ട് സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച്. അദ്ദേഹവും ഈ 3 മത്സരങ്ങൾ കഴിയുമ്പോൾ വലിയ ഫോമിലൊന്നുമല്ല. അദ്ദേഹത്തിനും ഫോം വീണ്ടെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ട്വന്റി സ്പെഷ്യലിസ്റ്റ് ബാറ്ററാണ്, 360 ഡിഗ്രി ബാറ്റ്സ്മാൻ എന്നൊക്കെയുള്ള വിശേഷണമുള്ള താരമാണ്. അദ്ദേഹത്തിനും ഒരു ഫോം കണ്ടെത്തേണ്ട ആവശ്യകതയുണ്ട്. അങ്ങനെ ഈ 2-3 പേരെ ഒഴിച്ചു നിർത്തിയാൽ ബാറ്റിംഗ് ലൈനപ്പ് ഏതാണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഭദ്രമാണ്. ബൗളിങ്ങിൽ വലിയ ആശങ്കകളൊന്നുമില്ല. അത് ആദ്യം 3 മത്സരങ്ങളിലും കണ്ടു കഴിഞ്ഞതാണ്. വരുൺ ചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള സ്പിൻ ബൗളിംഗ്, ഒപ്പം തന്നെ അർഷ്ദീപ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പേസ് ബൗളിംഗ്. അർഷ്ദീപ് ഇന്ത്യക്ക് വേണ്ടി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ പേസ് ബൗളർ എന്ന നേട്ടം കഴിഞ്ഞ മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഇന്ന് മത്സരം ജയിച്ച് പരമ്പര സ്വന്തമാക്കുക എന്ന ലക്ഷ്യം ഇന്ത്യക്ക് മുന്നിലുണ്ട്. ഈ പരമ്പര നേടാൻ കഴിഞ്ഞാൽ സൂര്യകുമാറിനെ സംബന്ധിച്ച് നായക സ്ഥാനത്ത് അതൊരു വലിയ നേട്ടമായിരിക്കും. ഇതുവരെ അദ്ദേഹത്തിന് കീഴിൽ ഇന്ത്യ 16 ട്വന്റി മത്സരങ്ങൾ കളിച്ചു.
അതിൽ 13 ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പരമ്പര കൂടി നേടിയാൽ അദ്ദേഹത്തിന് തന്റെ ആ നായകസ്ഥാനം ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കാൻ കഴിയും. ഒപ്പം തന്നെ മികച്ച രീതിയിൽ ദക്ഷിണാഫ്രിക്കൻ പര്യടനം അവസാനിപ്പിക്കാനും, ഒപ്പം കഴിഞ്ഞ നാട്ടിൽ അവസാനിച്ച ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ വലിയൊരു തോൽവി, നാണംകെട്ട തോൽവി, അതിൽ നിന്നും ഒന്ന് മുഖം രക്ഷിക്കാനും ഒക്കെ കഴിയുന്ന ഒരു അവസരം കൂടിയാണ്. എന്തായാലും മത്സരത്തിൽ ഇന്ത്യ ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പേസ് ബൗളിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചാണ്. ബാറ്റ്സ്മാൻമാർ ഫോമിലെത്തിയാൽ ഇന്ത്യക്ക് ജയം ഉറപ്പാണ്. ഒരു 200 സ്കോർ നേടാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് ബൗളിങ്ങിലൂടെ ജയിക്കാൻ കഴിയും. മറുവശത്ത് ദക്ഷിണാഫ്രിക്ക ബാറ്റിങ്ങിൽ വലിയ ഒരു ഫോമില്ലായ്മ അല്ലെങ്കിൽ തിരിച്ചടി നേരിടുന്നുണ്ട്. ക്ലാസിന് ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് മികച്ചൊരു തുടക്കം കിട്ടുന്നുണ്ടെങ്കിലും അത് വലിയ സ്കോറിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ആ ഒരു പ്രശ്നമാണ് അവർ നേരിടുന്നത്. ഡേവിഡ് മില്ലർ ഉൾപ്പെടെയുള്ള വെടിക്കെട്ട് താരങ്ങളൊക്കെ തന്നെയുണ്ട്. അതേസമയം അവരുടെ ബൗളിങ് കുറച്ചുകൂടി മികവുറ്റതാണ്. അതാണ് സഞ്ജുവിനെയൊക്കെ തന്നെ കുഴയ്ക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നത്തെ മത്സരം നിർണായകമാണ്. പരമ്പര സ്വന്തമാക്കണമെങ്കിൽ ജയം അനിവാര്യമാണ്.